തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, തിരുവനന്തപുരം ജില്ലയിൽ ഇതിനകം എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്? എന്താണ് വിശദാംശങ്ങൾ രശ്മി? അനിൽ, തിരുവനന്തപുരം ജില്ലയിലും പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ജൂലൈ 1 ശേഷം ആരോഗ്യവകുപ്പ് ഔദ്യോഗിക കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഇന്നാണ് കണക്കുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ്. കാരണം പനിബാധിതരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനമുണ്ടായിട്ടുണ്ട്. 55,830 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ഈ 5 ദിവസത്തെ കണക്കാണ്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേർ ചികിത്സ തേടിയിരിക്കുന്നു. ഇന്നലെ മാത്രം 11,438 പേർക്ക് പനി ബാധിച്ചിരിക്കുകയാണ്. ഇതിൽ ഡെങ്കിപ്പനി സംശയിക്കുന്നത് 1,693 പേർക്കാണ്. ഈ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് 493 പേർക്കാണ്. ജൂലൈ 1 മുൻപ് ഈ പ്രതിദിനം ഡെങ്കി സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം 100, 130 അങ്ങനെയായിരുന്നു. ഈ 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഈ ഒരു കണക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ 2 ഡെങ്കി മരണം സംശയിക്കുന്നുണ്ട്. 69 പേർക്കാണ് എലിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 64 പേർക്കാണ് ഹെപ്പറ്റൈറ്റിസ് എ സ്ഥിരീകരിച്ചിരിക്കുന്നത്, അതായത് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 21 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 വെസ്റ്റ് കേസുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാണ് സംസ്ഥാനത്തെ ഒരു സാഹചര്യം. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് നിലവിൽ മലപ്പുറം ജില്ലയിലാണ്. 2000-ന് പുറത്താണ് പ്രതിദിന കണക്കുകൾ. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിലും രോഗബാധിതരുടെ എണ്ണം ഏറി വരികയാണ്. ഞാൻ ഇപ്പോഴുള്ളത് ജനറൽ ആശുപത്രിയിലാണ്. ഇത് മരുന്ന് വാങ്ങുന്ന കൗണ്ടറാണ് എങ്കിൽ ഇതിനപ്പുറത്താണ് പനിയുടെ കൗണ്ടർ. അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. പക്ഷെ അവിടെയും ഇപ്പോഴും നീണ്ട ക്യൂ തന്നെയാണ് തുടരുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും പനിബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആരോഗ്യ വകുപ്പിന്റെ തദ്ദേശ വകുപ്പും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മുൻകരുതൽ നടപടികളും ഒക്കെ സ്വീകരിച്ചതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം. ഈ മഴ സജീവമാകുന്നതിന് മുൻപ് ഇത്തരം നടപടികൾ പൂർത്തിയാക്കേണ്ടിയിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു നടപടികളിലേക്കും സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെ പ്രശ്നമായി നിലനിൽക്കുന്നത് കൊണ്ട് ഈ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുക, കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ നടത്തുക, ഇത്തരം നടപടികളിലേക്ക് ഒന്നും തന്നെ സർക്കാർ, തദ്ദേശ വകുപ്പ് ഒന്നും തന്നെ കടന്നിട്ടില്ല. അത് തന്നെയാണ് ഈ ഡെങ്കിപ്പനി ഉൾപ്പെടെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു കാരണം. മാത്രമല്ല, വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നത് എലിമാളങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി എലിപ്പനി രൂക്ഷമാകുന്നതിനും കാരണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ കിടക്കുകൾ, വെന്റിലേറ്റർ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളതിന്റെ കുറവും നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ കുറവ് നിലനിൽക്കുന്നുണ്ട്. മരുന്ന് ക്ഷാമവും അതിരൂക്ഷമായി തുടരുന്നുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിലും ഇനിയിപ്പോൾ മഴ വരും ദിവസങ്ങളിൽ സജീവമാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ വീണ്ടും പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. അനിൽ.